പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായിരുന്ന് കർത്താവ് പ്രവർത്തിച്ച വീര്യ പ്രവൃത്തികളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. പ്രഭാഷക പുസ്തകത്തിൽ 42:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ട കാര്യങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ നൈറ്റ് വിജിലുകളിലൂടെ, പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ ദൈവം അനുഗ്രഹിച്ച ജീവിതങ്ങൾ, അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ കത്തിലൂടെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇതിന് സമാനമായ വേദനകളിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. അവരെ അനുഗ്രഹിച്ച കർത്താവ് നമ്മുടെ ജീവിതങ്ങളെയും ഇന്ന് അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി, ലോകം മുഴുവനു വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകരോട് ചേർന്ന് ലോകം മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മളും ഈ ലോകം അനുഗ്രഹിക്കപ്പെടും. വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് അണയാം. ഇന്ന് ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി നയിക്കുന്നത് ഷാലോമിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രകാശ് ഓയമാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. Hallelujah. 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 യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്വരം കേൾക്കും: ഇതാണ് വഴി, ഇതിലേ പോവുക. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനായൊരു ദൈവമാണ്. മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായിട്ടാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുക. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ശുശ്രൂഷകളിൽ ദൈവം ചെയ്ത 3-4 സാക്ഷ്യങ്ങളുമായിട്ട് അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരുങ്ങുക, ഈ സമയം ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും യേശു കർത്താവിൻ്റെ ശക്തിയെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളന്ന് കുറച്ച് കാണരുത്. നമ്മുടെ ബുദ്ധിക്കെല്ലാം അതീതനാണ് അവിടുന്ന്. വലിയ വീര്യപ്രവർത്തികൾ അവിടുന്ന് ചെയ്യുന്നു. നമുക്കൊരു കത്ത് വായിച്ച് കേൾക്കാം. ഈ കത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഷാജി ഷൈനി ദമ്പതികൾ എഴുതിയ കത്താണ്. പ്രൈസ് ദി ലോർഡ്. 8 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ലഭിച്ചു. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇതിനിടയിൽ ഗർഭത്തിൽ വെച്ച് 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഷാലോം വെബ്സൈറ്റ് പറഞ്ഞു തന്നു. 2010 മുതൽ മുടങ്ങാതെ നൈറ്റ് വിജിൽ പങ്കെടുക്കുമായിരുന്നു. കുഞ്ഞിനു വേണ്ടി ഒരു ചികിത്സയ്ക്കും പോയില്ല. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാനും ഭർത്താവും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ചികിത്സയും ചെയ്യാതെ, ഒരു ചികിത്സയുടെ സഹായമില്ലാതെ 2012 ജൂണിൽ ദൈവം ഞങ്ങൾക്ക് ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവത്തിന് 1000 നന്ദി. ഒരു നിമിഷം കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതോടൊപ്പം ഗായക സംഘത്തോടും നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. കരമടിച്ചുകൊണ്ട് ജീവനോടെ സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകനാമത്തില്. പാടുവാൻ
ഒരു സാക്ഷി നമ്മൾ അമേരിക്കയിൽ നിന്ന് 74 വയസ്സുള്ള ഒരു സഹോദരി എഴുതിയ ഒരു കത്ത് നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് സമാനതകളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് ഈ സാക്ഷ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈ കത്തെഴുതുന്നത് അമേരിക്കയിൽ നിന്നും അന്നമ്മ മത്തായി ആണ്. 74 വയസ്സുണ്ട്. എനിക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ചയിൽ നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും നട്ടെല്ലിന് നടുവിലായി ഭയങ്കര വേദനയും ഇടിമിന്നൽ പോലെ എപ്പോഴും വിലക്കവും ഉണ്ടായിക്കൊണ്ടിരുന്നു. ഡോക്ടറെ കാണിച്ചു. എക്സ്റേ എടുത്തപ്പോൾ നട്ടെല്ലിലുള്ള കശേരുകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടായി ഞരമ്പുകൾക്ക് നീര് സംഭവിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു. വേദന കുറയുന്നതിനുള്ള മരുന്ന് തന്നു. അത് കഴിച്ചു. കുറച്ച് കുറവുണ്ടായി. പിന്നീട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മാർച്ച് മാസം ആദ്യം നൈറ്റ് വിജിൽ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് വീണ്ടും ആ വേദനയും മിന്നലും വിലക്കവും ശക്തമായി. ഇരിക്കാനും കിടക്കാനും പറ്റില്ലായിരുന്നു. ഷാലോൺ TV നൈറ്റ് വിജിലിൽ കൂടി പ്രാർത്ഥിച്ചു. ഒരു താടിയുള്ള അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു, ഒരാളുടെ നട്ടെല്ലിൽ ഈശോ തൊട്ടു എന്ന്. അത് എൻ്റേതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അന്നു മുതൽ ആ വേദനയും മിന്നലും പിന്നീട് ഉണ്ടായിട്ടില്ല. ദൈവം എന്നെ തൊട്ട് അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി എല്ലാ മാസത്തിലും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമെന്ന്. എത്രയും സന്തോഷത്തോടെ അന്നമ്മ മത്തായി, കണക്റ്റിക്കറ്റ്, USA. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ദൈവം നമുക്കായി ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് വന്ന് ശക്തമായി കരമടിച്ചുകൊണ്ട് പാട്ടുകാരോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. വളരെ ശക്തിയോടെ, ജീവനോടെ, നല്ലവണ്ണം താളത്തിൽ കരമടിച്ച് എല്ലാവരും ചേർന്ന് കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ട്. ഇരിക്കാം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? യെശയ്യാ 66:9 നമ്മുടെ അരുളി ചെയ്യുകയാണ്. ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ജന്മം നൽകിയ ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം അത് നിശ്ചയമായിട്ടും ചെയ്തിരിക്കും. നമ്മളൊരു അത്ഭുതം കേൾക്കാൻ പോവുകയാണ്. ഈ കത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സഹോദരി എഴുതിയ കത്താണ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ റെജി ജോർജ്. 4 വർഷമായി ഓസ്ട്രേലിയയിൽ കുടുംബസമേതം താമസിക്കുന്നു. ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ ജോലി ചെയ്തിരുന്നത് ഒരു ഉൾപ്രദേശത്തായിരുന്നു. എന്നാൽ 6 മാസം മുമ്പ് 1000 കിലോമീറ്റർ ദൂരെ സിഡ്നിയിൽ ജോലി കിട്ടി. ഇത്രയും ദൂരത്തേക്കുള്ള മാറ്റമായിരുന്നതിനാൽ കുറേ അധികം പൈസ ചിലവായി. പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് ഞങ്ങൾ ഇവിടെ താമസമാക്കിയത്. ഇവിടെ പരിചയക്കാർ ആരുമില്ല. വീടും സ്കൂളും ജോലിസ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ജോലി സ്ഥലത്ത് എൻ്റെ ശമ്പളത്തിന് പ്രശ്നമുണ്ടെന്ന്. വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ശമ്പളം കിട്ടില്ല. ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് തരാം എന്നാണ് പറഞ്ഞിരുന്നത്. പഴയ സ്ഥലത്ത് അങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഈ വാർത്ത ഞങ്ങളെ വിഷമത്തിലാക്കി. ശമ്പളത്തിൽ ഇത് ഒത്തിരി മാറ്റം വരുത്തും. സിഡ്നി ഒത്തിരി ചിലവ് കൂടിയ സിറ്റിയാണ്. ഭർത്താവിന് ജോലി ആയിട്ടുമില്ല. ഈ അവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഉയർന്ന ശമ്പളം കിട്ടുകയുള്ളൂ എന്ന ശമ്പള വ്യവസ്ഥ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി ഇവിടെ നിന്നും വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാറണം. സിഡ്നിയിൽ താമസമാക്കാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, കുട്ടികളുടെ പഠനം എല്ലാം വലിയ വിഷമമായിരുന്നതിനാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. എന്ത് പരീക്ഷണമാണ് എന്ന് ആദ്യം ഓർത്തു.
പിന്നെ ഞാനും ഭർത്താവും കൂടി തീരുമാനിച്ചു ഷാലോം നൈറ്റ് വിജിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കാമെന്ന്. അന്ന് രാത്രി ഞങ്ങൾ കണ്ണുനീരോടെ നൈറ്റ് വിജിൽ സമയത്ത് ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 2013 അടുത്ത നൈറ്റ് വിജിലിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണമേ എന്ന്. ശമ്പളം നിശ്ചയിക്കുന്ന ഓഫീസിലേക്ക് എല്ലാ ഡീറ്റെയിൽസും വെച്ച് കത്തെഴുതി. 15 ദിവസത്തിനകം ഓഫീസിൽ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ എൻ്റെ പേപ്പറുകൾ വീണ്ടും പരിശോധിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അടുത്ത നൈറ്റ് വിജിലിന് മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്ന മുഴുവൻ ശമ്പളവും കിട്ടുമെന്ന് ഉറപ്പ് കിട്ടി. നവംബർ മുതൽ മുഴുവൻ ശമ്പളവും കിട്ടിത്തുടങ്ങി. കുടിശ്ശികയായി കിടന്ന തുകയും കിട്ടി. ദൈവത്തിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷാലോമിനും 1000 നന്ദി. 1000 നന്ദി പറഞ്ഞുകൊണ്ട് ജെസ്സി ജോർജ്, ഓസ്ട്രേലിയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ഒരു കയ്യടി കർത്താവിന് കൊടുക്കാം. അതിശക്തമായിട്ട് ദൈവം ഈ സമാനതകളിൽ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. അതിശക്തമായിട്ട് നമുക്ക് ഇടപെടിക്കാം. പോരാ, ജീവനോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പരിവർത്തിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. കലമടിച്ചുകൊണ്ട് പാടാം. തോറും ചെയ്ത നന്മകളോ പാടുന്നതി എന്നും മനമേ, പാടുന്നതി എന്നും മനമേ. സങ്കീർത്തനം 147:3 ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവ് കർത്താവ് വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഒരു ഹൃദയം തകർന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം സ്പർശിച്ച ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുക. ഈ കത്ത് തിരുവല്ലായിൽ ഇഴിഞ്ഞില്ലം എന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരി എഴുതിയ കത്താണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ചിന്നമ്മ ബാബു. എൻ്റെ ഹസ്ബൻഡ് ബാബു മാത്യുവിന് വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിംഗ് റേറ്റ് വളരെ കുറവാണെന്ന് 2013 ഡിസംബർ 19 ഡോക്ടർ പറഞ്ഞു. ഞാൻ ഡിസംബർ അവസാനം നൈറ്റ് വിജിലിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ജാനുവരി 4 നൈറ്റ് വിജിലിൽ വീട്ടിലിരുന്ന് ഞങ്ങളും പങ്കെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അന്നേ ദിവസം ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തു. ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഹാർട്ടിൻ്റെ പമ്പിംഗ് റേറ്റ് നന്നായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സഭയ്ക്ക് നിന്ന കർത്താവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നൈറ്റ് വിജിൽ എല്ലാ അംഗങ്ങൾക്കും അളവ് കൂടാതെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പ്രാർത്ഥനയോടുകൂടി മിസ്റ്റർ ബാബു മാത്യു, വെട്ടിക്കാട് ഹൗസ്, പെരുന്തുരുത്തി BO, ഇഴിഞ്ഞില്ലം, തിരുവല്ല, പത്തനംതിട്ട. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് വന്നുകൊണ്ട് ഒരിക്കൽ കൂടി ശക്തനായ ദൈവത്തിന് അതിശക്തമായി കരമടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഒന്ന് പാട്ടുപാടി നല്ലവണ്ണം ദൈവത്തെ ആരാധിക്കാം. നമ്മൾ നല്ലവണ്ണം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം നമ്മളെ പ്രസാദിക്കുന്നത്. ഈ സമയത്താണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നത്. ഒരു വിശ്വാസത്തോടെ കരമടിച്ചുകൊണ്ട് ശക്തമായി പറ്റുമെങ്കിൽ ഇന്ന് കാലുകളൊക്കെ മാറ്റി ചവിട്ടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും
നിന്നുകൊണ്ട് അല്പസമയം കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട്. ഈ നൈറ്റ് വിജിൽ നമുക്ക് അവരെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ സുവിശേഷം എത്തുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. എല്ലാ മേഖലകളിലും നമുക്ക് ലോക സുവിശേഷവൽക്കരണത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് ശക്തിയോടെ വലിയ ദാഹത്തോടെ സുവിശേഷത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ എത്തിച്ചെല്ലാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ജനതയും യേശു ക്രിസ്തുവിനെ ദൈവമായ ദൈവപുത്രനായ യേശു കർത്താവിനെ അറിയുവാനും ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ധാരാളം വ്യക്തികൾ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുവാൻ തിരുസഭയെ വീണ്ടും അങ്ങയുടെ ആത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, പരിശുദ്ധ പിതാവിനെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്ത് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കർദിനാളന്മാർക്കും മെത്രാന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശക്തി ലോകം മുഴുവന്റെ മേലും നിറഞ്ഞു കവിയട്ടെ. കർത്താവേ സ്തോത്ര, കർത്താവേ സ്തോത്ര, കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരിക്കൽ കൂടി കരം ഉയർത്തി പിടിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എത്തിച്ചെല്ലാം. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ പബ്ലിക്കേഷൻസിനെയും അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവേ, എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അങ്ങ് അനുഗ്രഹമാക്കണമേ. ശാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ. സൺഡേ ശാലോമിനെ അനുഗ്രഹിക്കണമേ. സോഫിയ ബുക്സിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം വേൾഡ് USA എന്ന ടെലിവിഷൻ പ്രോഗ്രാമുകളെ അനുഗ്രഹിക്കണമേ. ആ ചാനലിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷനുകളെ ഭവനങ്ങളിൽ എത്തിക്കുന്ന വിതരണ മേഖലകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കേബിൾ ടിവി നെറ്റ്വർക്കിനെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിഫലം കൂടാതെ അത് ഭവനങ്ങളിൽ എത്തിക്കുന്ന എല്ലാ കേബിൾ ഓപ്പറേറ്റേഴ്സിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ DTH സംവിധാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം മിനിസ്ട്രി നയിക്കുന്ന നേതൃത്വ നിരയെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, കൂടുതൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, യൂറോപ്പിലെ എല്ലാ ഷാലോം ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം ശുശ്രൂഷകളെ, ഷാലോം ശുശ്രൂഷകളെ, ഷാലോം പ്രസിദ്ധീകരണങ്ങളെ ഭവനങ്ങളിൽ എത്തിക്കുന്ന വ്യക്തികളിൽ എത്തിക്കുന്ന എല്ലാ ഏജന്റുമാരെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. എല്ലാ SP ഭാഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന. ദൈവമേ മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ദൈവവേലകൾ നൽകിയിടണമേ നാഥ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണീരൊപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. ഈശോയെ കനിയണമേ, ഈശോയെ കനിയണമേ, ഈശോയെ കനിയണമേ, ഈശോയെ കനിയണമേ. ഒരിക്കൽ കൂടി നമുക്ക് ഷാലോമിലേക്ക് ധാരാളം കത്തുകളും ഫോണുകളും ചെയ്ത് തിരുപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനേകര് ലോകത്തുണ്ട്. എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണീരൊഴുകി പ്രാർത്ഥിക്കണം. നമ്മൾ ഈ സമയത്ത് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു സമയം പ്രാർത്ഥിക്കാം. ആരാധനയിൽ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ നമ്മൾ ആ കത്തുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ആ കത്തുകളിൽ നേരെ ഒന്ന് കരമുയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, കർത്താവേ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. വിവിധ മേഖലകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധിതയിൽ കുടുങ്ങിക്കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന സകലരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി സംബന്ധമായ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന സകലരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബ തകർച്ചയുള്ളവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ജോലി ലഭിക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. ശലോമിന്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ ദൈവമാതാവേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈ
ഇന്ന് ഭവനങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകലർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.